ഒരു ഒരു വിദ്യാർത്ഥിയുടെ കഥ പറയാം. അവന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവന് ഏറ്റവും വലിയ ഒരാഗ്രഹം, അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരിയെ കാണണമെന്നായിരുന്നു. ആ എഴുത്തുകാരിയെ കാണുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ അവൻ്റെ തീവ്രമായ ആഗ്രഹം കൊണ്ട് അവനത് നേടിയെടുത്ത്. ആ എഴുത്തുകാരി അത്രയും പ്രസിദ്ധയാണ്. അവന് കിട്ടിയത് 20 മിനിറ്റാണ് അവരോട് സംസാരിക്കാൻ. 20 മിനിറ്റ്. എറണാകുളത്തെ കടവന്ത്രയിലുള്ള ആ എഴുത്തുകാരിയുടെ ഫ്ലാറ്റിലേക്ക് അവൻ എത്തുന്നു. 20 മിനിറ്റ് അവരോട് സംസാരിക്കുന്നു. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അവൻ പറയുന്നു, മാഡം ഞാൻ പോവട്ടെ എന്ന് ചോദിച്ചു. കാരണം അവൻ്റെ സമയം കഴിഞ്ഞല്ലോ. പക്ഷെ ആ എഴുത്തുകാരി പറഞ്ഞു പോവണ്ടെന്ന്. പോവണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ കൂടെ ഇരുത്തി. 20 മിനിറ്റ് എന്നത് 2.5 മണിക്കൂർ നേരം ആയി. അവരൊരുപാട് സംസാരിച്ചു. അവനോട് പറഞ്ഞു, ഇനി മേഡം എന്ന് വിളിക്കരുത്, ഉമ്മ എന്ന് വിളിച്ചാൽ മതി. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അവന് ചോറ് വാരിക്കൊടുത്തു. 2.5 മണിക്കൂർ കഴിഞ്ഞ് അവൻ ആ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്തു. ആ ഉമ്മ ഇപ്പോഴും ഈ നെറ്റിയിലുണ്ട്. അത് ഞാനായിരുന്നു. ആ എഴുത്തുകാരി പാളയം ജുമാ മസ്ജിദിൻ്റെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മലയാളത്തിൻ്റെ കഥാകാരിയായ മാധവിക്കുട്ടി കമലാസുരയായിരുന്നു. വാക്കുകളുടെ പിന്നാലെ പോയ ഒരനുഭവമാണ്. വാക്കിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. എഴുത്തുകാരൻ അയാളുടെ മുറിയിലിരുന്ന് അയാളുണ്ടാക്കുന്ന ഭാവനകളാവും ഒരു പക്ഷേ വായിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കിങ്ങനെ കോരിത്തരിക്കാനുള്ള നിമിഷങ്ങളാണ്. പാബ്ലോ നെരൂദ എന്ന ഒരു വലിയ എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജ്യം ചിലിയായിരുന്നു. ചിലി. പക്ഷെ ഇയാളൊരു വിപ്ലവ കവിയായതുകൊണ്ട് ചിലി അദ്ദേഹത്തെ പുറത്താക്കി, രാജ്യത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ കുറച്ചു കാലം അദ്ദേഹം ജീവിക്കുന്നത് ഇറ്റലിയിലെ ഒരു ചെറിയ ദ്വീപിലാണ്. ആ ദ്വീപിലൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അവിടെ കാര്യമായിട്ട് കത്തുകളൊന്നും വരാറില്ല. ഇയാൾ അവിടേക്ക് താമസിക്കാൻ വരുന്നതോടെ, ഇദ്ദേഹം അവിടേക്ക് താമസിക്കാൻ വന്നതോടെ കത്തുകൾ കൂമ്പാരമായി വരാൻ തുടങ്ങി. കാരണം ഇദ്ദേഹത്തിന് ലോകം മുഴുവനും വായനക്കാരുണ്ട്. ആ വായനക്കാർ അയക്കുന്ന കത്തുകൾ, സമ്മാനങ്ങളൊക്കെ ആ ദ്വീപിലെ ചെറിയ പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ നിറയാൻ തുടങ്ങി. അത് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് വലിയൊരു ജോലിയായി. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്നറിയോ? അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ജോലിക്കാരനെ നിയമിച്ചു. ആ ജോലിക്കാരന് ഇതുവരെ ഒരു പുസ്തകവും വായിച്ചിട്ടില്ല. അദ്ദേഹത്തിന് കവിത എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് ഈ കവി ആരാണെന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം എല്ലാ ദിവസവും അവിടെ പോകുന്നു, അദ്ദേഹത്തിനുള്ള കത്തുകൾ കൊടുക്കുന്നു, തിരിച്ചു പോരുന്നു. അങ്ങനെ പോസ്റ്റ് മാസ്റ്റർ ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, അദ്ദേഹത്തെ കാണുമ്പോൾ അഭിവാദ്യം ചെയ്യണം, അദ്ദേഹം എന്തെങ്കിലും തന്നാൽ താങ്ക് യു പറയണം, എന്തെങ്കിലും പറ്റിപ്പോയാൽ സോറി പറയണം. ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക. പതുക്കെ പതുക്കെ ഈ എഴുത്തുകാരനും, ഇദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ആര്? ഈ കത്ത് കൊടുത്തയക്കാൻ നിയമിതനായ ജോലിക്കാരൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഈ മത്സ്യത്തൊഴിലാളിയും ഈ എഴുത്തുകാരനും തമ്മിൽ ശക്തമായൊരു സൗഹൃദം ഉണ്ടാവുക. ഒരു ദിവസം ഈ മത്സ്യത്തൊഴിലാളിയായ ആള് പോസ്റ്റ് മാസ്റ്ററോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എവിടെയാണ് കിട്ടുക? എനിക്കൊന്ന് വായിക്കണം എന്നുണ്ട്. പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞ്, നമ്മുടെ വായനശാലയിലുണ്ടാവും, ലൈബ്രറിയിലുണ്ടാവും, നീ പോയി നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയി നോക്കിയിട്ട് പാബ്ലോ നെരൂദയുടെ ഒരു പുസ്തകം തേടിപ്പിടിച്ച് അത് വായിക്കാൻ തുടങ്ങുക. അദ്ദേഹത്തിന് ചിലതൊന്നും മനസ്സിലാവണില്ല. ഒരു ദിവസം അദ്ദേഹം കവിയോട് ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ കവിതയിൽ ചിലതൊന്നും മനസ്സിലാവണില്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെറ്റാഫർ എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് മെറ്റാഫർ എന്ന് ചോദിച്ചു. മെറ്റാഫർ എന്ന് പറഞ്ഞാൽ
നമ്മൾ ഈ കൽപ്പന എന്നൊക്കെ പറയില്ലേ, എന്താ ഒരു കാര്യം ഭംഗിയായി പറയുന്നതിന് പറയുന്ന പേരാണ് ഇംഗ്ലീഷിൽ. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പൂവ് എന്ന് പറഞ്ഞാൽ അത് കവിതയല്ല. പുഞ്ചിരിക്കുന്ന പൂവ് എന്ന് പറഞ്ഞാലോ അത് കവിതയായി. കരയുന്ന പൂവ് എന്ന് പറഞ്ഞാലോ അത് കവിതയായി. ഇതിനൊക്കെയാണ് മെറ്റാഫർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, എളുപ്പത്തിൽ മനസ്സിലാവാൻ. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് മെറ്റാഫർ. പാബിലോൺ നെരൂദയ്ക്ക് അത് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയണില്ല, കാരണം അത് പറഞ്ഞു കൊടുക്കാൻ കഴിയണ ഒന്നല്ല. എന്തായാലും കുറേ ദിവസങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഒരു ദിവസം നെരൂദ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ പുതിയതായിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്, ഞാൻ പുതിയതായിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്, അത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. ആ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കതൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഇയാളാകെ അമ്പരന്ന് പോയി. ലോകം മുഴുവനും വായനക്കാരുള്ളൊരു കവി ചോദിക്കുകയാണ്, എൻ്റെ കവിത ആദ്യമായി കേൾക്കുന്ന ഒരാളാകാൻ താല്പര്യമുണ്ടോ? പിന്നെ ഉറപ്പായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നെരൂദ ഇദ്ദേഹത്തെയും കൊണ്ടുപോകുന്നത് കടൽ തീരത്തേക്കാണ്. ദ്വീപാണല്ലോ, കടൽ തീരത്ത് പോയിട്ട് ഇരുന്നു. നെരൂദയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര മുഴക്കമുള്ള ശബ്ദമാണ്. യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്, അദ്ദേഹം കവിത ചൊല്ലുന്നത് കേൾക്കാം. നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടൊക്കെ കവിത ചൊല്ലുന്നത് പോലെയാണ്. ഭയങ്കര മുഴക്കമുള്ള ശബ്ദമാണ്. ആ മുഴക്കമുള്ള ശബ്ദത്തിൽ വശീകരിക്കുന്ന ശൈലിയിൽ നെരൂദ അദ്ദേഹത്തിന് തൻ്റെ പുതിയ കവിത ചൊല്ലിക്കൊടുത്ത് ഇദ്ദേഹം കേട്ടു. ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നെരൂദ ചോദിച്ചു, എങ്ങനെയുണ്ട്, എൻ്റെ കവിത ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞില്ല, ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, തിരമാലകളുടെ ഇടയിൽ പെട്ടുപോയ ഒരു മത്സ്യക്കുഞ്ഞിനെ പോലെയായി ഞാൻ. നെരൂദ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞ്. അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, തിരമാലകളുടെ ഇടയിൽ പെട്ടുപോയ ഒരു മത്സ്യക്കുഞ്ഞിനെ പോലെയായി ഞാൻ. നെരൂദ പറഞ്ഞു, ഇത് കവിതയാണ്. നിങ്ങൾ എന്നോട് മെറ്റാഫർ എന്താണെന്ന് ചോദിച്ചില്ലേ? നിങ്ങൾക്കത് അറിയില്ല, പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ പേരാണ് മെറ്റാഫർ. നിങ്ങൾ കവിത എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ കവിത എഴുതാൻ തുടങ്ങുക. അയാളുടെ കവിത പതുക്കെ പതുക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങുക, പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുക. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ്, കാലങ്ങൾ കഴിഞ്ഞ് നെരൂദ അവിടുന്ന് പോയി. 2 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നെരൂദ വീണ്ടും അതേ സ്ഥലത്തേക്ക് വരിക. ആരെ കാണാൻ? ഇയാളെ കാണാൻ. അത്രയും സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് അയാൾ മരിച്ചു പോയിരുന്നു. എങ്ങനെ മരിച്ചതെന്നറിയോ? നെരൂദയുടെ വിപ്ലവ ആശയങ്ങളുടെ പിന്നാലെ നടന്ന് അയാളൊരു വിപ്ലവകാരിയായി മാറി, തൊഴിലാളി നേതാവായി മാറി. റോമിൽ വെച്ച് നടന്ന ഒരു തൊഴിലാളി സമരത്തിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. എന്നാലും അയാളുടെ വീട് കാണാമെന്ന് വിചാരിച്ചിട്ട് നെരൂദ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിന്നൊരു കുട്ടി ഇങ്ങനെ പുറത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ആ കുട്ടിയുടെ അമ്മ വിളിക്കുന്നൊരു പേരുണ്ട്. എന്താണെന്നറിയോ? നെരൂദ, നെരൂദ. ഒരു കവിയോടുള്ള ബന്ധം ഒരാളെ കവിയാക്കി മാറ്റുന്നു. ആ കവിയുടെ വിപ്ലവാശയങ്ങളോടുള്ള ബന്ധം ഒരാളെ വിപ്ലവകാരിയാക്കി മാറ്റുന്നു. ആറ്റുനോറ്റ് കിട്ടിയ കുഞ്ഞിന് ആ കവിയുടെ പേര് കൊടുക്കുന്നു. ആ വിപ്ലവാശയങ്ങളുടെ പിന്നാലെ പിന്തുടർന്ന് അതിൻ്റെ മാർഗത്തിൽ മരിച്ചു പോകുന്നു, കൊല്ലപ്പെടുന്നു. ഇതാണ് വാക്കിൻ്റെ ഇന്ദ്രജാലം. മനുഷ്യൻ പിടിച്ചു നിൽക്കുന്നത് വാക്കുകളിലാണ്. ഞാൻ വളരെ പേഴ്സണലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് പിടിച്ചു നിന്നത്, അത് മാത്രം പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പിടിച്ചു നിന്നത് വാക്കുകളിലാണ്. എൻ്റെ ജീവിതത്തിൽ ഇപ്പം എനിക്ക് 40 വയസ്സായി. ഒരു 30 വയസ്സ് കഴിഞ്ഞ ഉടനെ എൻ്റെ ഉമ്മയെ എനിക്ക് നഷ്ടപ്പെട്ടു. ഉമ്മ മരിച്ചുപോയി. ഉമ്മ മരിച്ച് 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഉപ്പയും മരിച്ചുപോയി. ഉപ്പയും ഉമ്മയും ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഇല്ലാതാകുന്നത് പോലെയാണ്. നമ്മളൊരു രാജ്യത്തിൽ നിന്ന് പുറത്താകുന്നത് പോലെയാണ്. നമുക്കിന്നൊരു രാജ്യമില്ല. ഉപ്പയും ഉമ്മയും ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വന്തമായൊരു രാജ്യമുണ്ട്. ആ രാജ്യം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കൂ. അയാൾക്കൊരു സങ്കടം വരുമ്പോൾ അയാൾക്കൊന്നും പറയാണ്ട കാര്യമൊന്നുമില്ല. ആ മടിയിലൊന്ന് പോയി കിടക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായാൽ മതി. അയാൾ അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വത്തിൻ്റെ ആഴമുണ്ട്. അതില്ലാതാകുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയാണ്.
ആ അവസ്ഥയിൽ ഞാൻ പിടിച്ചു നിന്നത് വാക്കുകളിലാണ്. ഞങ്ങൾ 4 ആൺകുട്ടികളായിരുന്നു. ഞാൻ ഏറ്റവും ഇളയതാ. എൻ്റെ തൊട്ട് മുകളിൽ ഉള്ളൊരു കാക്ക ഉണ്ടായിരുന്നു. അവന് 26-ാമത്തെ വയസ്സിൽ അസുഖം വന്ന്, ട്യൂമർ വന്നു. ഏകദേശം അവനൊരു പെണ്ണൊക്കെ ഞങ്ങൾ കണ്ടുവച്ചിരുന്നു. അവന് പിന്നെ പുതുമാരനായി ഇറങ്ങേണ്ട ഏകദേശം ഒരു ദിവസത്തിലാണ് അവൻ്റെ മയ്യത്തെടുക്കുന്നത്, മരിച്ചു പോകുന്ന. പുതുമാരനായിട്ട് ഇറങ്ങുന്ന അതേ സമയത്ത് ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ മൈലാഞ്ചി ഉണ്ടല്ലോ, മൈലാഞ്ചി 2 സമയത്താണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. ഒന്ന് കല്യാണത്തിൻ്റെ സമയത്തല്ലേ, ഒന്നെപ്പോഴാ ഈ ഖബറിൻ്റെ മുകളിൽ, ഇവിടെ ഇല്ലേ അത്, ഖബറിൻ്റെ മുകളിൽ മൈലാഞ്ചി വെക്കും. നമ്മുടെ ഭാഗത്തൊക്കെ ഉണ്ട്. ഖബറിൻ്റെ മുകളിലും മൈലാഞ്ചി വെക്കും, കല്യാണത്തിൻ്റെ സമയത്തും മൈലാഞ്ചി വെക്കും. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? കല്യാണവും മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ന്യൂ ലൈഫ് അവസാനിക്കല്ല, ആരംഭിക്കണം. നമുക്ക് പരിചിതമല്ലാത്ത ഒരു ജീവിതം ആരംഭിക്കുകയാണ്. കേട്ട് മാത്രം പരിചയമുള്ള ഒരു ജീവിതം ആരംഭിക്കുകയാണ്. നമ്മൾ ആ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുവരെയും നമ്മൾ കേട്ട ഒന്ന് ആണ്, ഇനിയോ അനുഭവിക്കുന്ന ഒന്നാണ്. അവനെ ബാബു എന്ന് വിളിച്ചിന്. അവൻ മരിച്ച സമയത്ത് എനിക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വല്ലാത്ത ഒരു സങ്കടമുള്ള സമയമായിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പെട്ടെന്ന് അസുഖം വരുന്നു, അത് മൂർച്ഛിക്കുന്നു, മരിച്ചു പോകുന്നു. എല്ലാവരും കരഞ്ഞു, ഞാൻ മാത്രം കരഞ്ഞില്ല. എൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി പോലും വെള്ളം വന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും ഇവന് വല്ലാത്ത മനക്കരുത്താണ് എന്നൊക്കെ പറയും. സത്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അവരെയൊക്കെ അത് വിട്ടുപോയി. ഞാനിപ്പോഴും ആ ദിവസത്തിലാണ്. ബാബു എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലിപ്പോഴും 2016 ഏപ്രിൽ 30. ഉമ്മ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും 2013 ഓഗസ്റ്റ് 28 ചെന്ന് ഞാൻ നിൽക്കും. ഉപ്പ എന്ന് പറഞ്ഞാൽ 2015 ജൂൺ മാസം 12 എങ്ങനെയുള്ള സങ്കടമായിരുന്നോ അതേ സങ്കടം എപ്പോഴും എനിക്കുണ്ട്. എന്നത് വിട്ടുപോയിട്ടില്ല. പക്ഷെ എന്നിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വാക്കുകൾ, വായിച്ച വാക്കുകൾ. അതുകൊണ്ടാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. പഠിച്ചോനെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ. കേട്ടിട്ടുണ്ടോ അത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പഠിച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്ത്? ഈമാൻ. എന്താ ഈമാൻ? ഇതാ ഈമാൻ. ഭൂമിയും ആകാശവും തമ്മിലുള്ളൊരു ബന്ധമാണ് ഈമാൻ, അല്ലേ? ഈമാൻ എന്നുള്ളതിന് നമ്മൾ അറബിയിൽ പ്രയോഗിക്കുന്ന വേറൊരു പദമുണ്ട്. അതെന്താ? അഖീദ എന്ന് പ്രയോഗിക്കില്ലേ? അഖായിദ് എന്നൊക്കെ പറയില്ലേ മദ്രസയിലൊക്കെ പണ്ട്? അഖീദ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശരിക്കും അഖീദ എന്ന് പറഞ്ഞാൽ മിൻ നഫാസാത്തി ഫിൽ ഉഖദില്ലേ? ഉഖദ് എന്താ? കെട്ടാണ്. അതാണ് അഖീദ. കെട്ടേണ്ടത് എന്തിനെയാണ്? ഇളകിക്കൊണ്ടിരിക്കുന്നതിനെയാണ്. കൽബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇളകുന്നത് എന്നാണ്. ഇളകിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ ഇളകാത്ത ഒന്നിൽ ബന്ധിപ്പിക്കുന്നതിൻ്റെ പേരാണ് അഖീദ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഈമാൻ. ഈമാൻ എന്നുള്ള വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്നറിയോ? പേടിയില്ല എന്നാണ്. എന്തൊരു വാക്കാണെന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. എന്താണ് അതുകൊണ്ട് കിട്ടേണ്ടത് എന്ന് ആ വാക്കിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. അതാണത്. എന്താണ് അതുകൊണ്ട് കിട്ടേണ്ടത് എന്ന് ആ വാക്കിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. എന്താ കിട്ടേണ്ടത്? പേടിയില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചവനോട് ചോദിക്കുക, പഠിച്ചോനെ എനിക്ക് ആ ഈമാൻ തരണേ. ആ ഈമാൻ ഉണ്ടാകേണ്ട 3 ഗുണങ്ങൾ ചോദിക്കുക. ഒന്നാമതായി പറയാം, യുബാശിറു ഖൽബി, എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. അത് പറയാനും പ്രസംഗിക്കാനുള്ള ഒന്നല്ല, എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണേ. നല്ല രുചിയുള്ളൊരു ജ്യൂസ് നമ്മളിങ്ങനെ വായിൽ വെച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയുണ്ടാവും? അത് നമ്മുടെ ഗ്രന്ഥികളിലേക്ക് എത്തണ്ടേ, അല്ലേ? നമ്മുടെ ഗ്രന്ഥികളിലേക്കെത്തി ശരീരത്തിൻ്റെ സമസ്ത അംശങ്ങളിലേക്കും അതിൻ്റെ ഊർജം എത്തണ്ടേ? അപ്പോഴല്ലേ അത് നമ്മുടേതായിട്ട് മാറുക. ഗ്ലാസ്സിലിപ്പോൾ വെള്ളമുണ്ട്, ഇതിപ്പോൾ ഗ്ലാസ്സിലാണ്. ഈ വെള്ളം ഇപ്പോൾ ഗ്ലാസ്സിലാണ്. ഇത് ഞാൻ കുടിച്ചു കഴിഞ്ഞാലോ അത് എൻ്റേതാണ്. ഇൻറ്റേണലൈസേഷനാണ്.
അതാണ് യുബാശിറു ഖൽബി എന്ന് പറഞ്ഞാൽ. എനിക്കത് പറയാനും പ്രസംഗിക്കാനും ഉള്ളതൊന്നല്ല, എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ളതാണ്. അങ്ങനെ മതി. എന്നിട്ട് പറയാം യഖീനൻ, അത് ശക്തമാകണേ. പിന്നെ പറയാം സ്വാദിഖൻ, അത് സത്യമാകണേ. 3 ഗുണങ്ങൾ. ഒന്നെന്താണ്? അത് സത്യമാവണം. ആരെയും ബോധ്യപ്പെടുത്താനൊന്നുമല്ല എനിക്ക്, ആരുടെയും അഭിനന്ദനങ്ങൾ കിട്ടാനൊന്നുമല്ല എനിക്കത് സത്യമായിട്ട് വേണം ഉള്ളിൽ. പിന്നെയോ അത് ശക്തമാവണം. പിന്നെന്താണ്? എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അത് എന്തിനാണ് എന്നാ പിന്നെ പറയണം. അതെന്തിനാണെന്നറിയോ? ഹത്തായ ആലമ അന്നഹു ലൻ യുസീബനി ഇല്ലാ മാ കതബ്തലി വരിളൻ ബിമാ ഖസ്സംതലി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനകളിലൊന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമു ഇബ്രാഹിമിൽ നിസ്കരിക്കുന്ന സമയത്ത്, കഅബയിൽ നിസ്കരിക്കുന്ന സമയത്ത് ആയിരുന്നു ഈ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നതെന്ന്. കാരണം ഇതിൻ്റെ ഉള്ളിലൊരു ഇബ്രാഹിം നബി ഉണ്ട്. അതാ എന്താണ് പറയണതെന്നറിയോ? പഠിച്ചോനെ, എനിക്ക് അങ്ങനെയൊരു വിശ്വാസം എന്തിനാണെന്നറിയോ? എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് യാദൃച്ഛികമായിട്ടുണ്ടായതൊന്നുമല്ല, നിൻ്റെ തീരുമാനമാണ് എന്നെനിക്ക് മനസ്സിലാവണം. അതിനു വേണ്ടിയിട്ടാണ്. പിന്നെയോ പഠിച്ചോൻ, എൻ്റെ ജീവിതത്തിൽ നീ എന്താണോ തന്നത്, അതാ ഖസ്സംത ലീന. വല്ലാത്തൊരു പ്രയോഗം കേട്ടോ. നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ട് ഉമ്മ 5-6 കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം നമുക്ക് തരുമല്ലേ? അതാണത് പറയണം. ചിലപ്പോൾ ചെറുതായിട്ടുണ്ടാവും, ഒരാൾക്ക് ചിലപ്പോൾ വലുത് കിട്ടിയിട്ടുണ്ടാവും, മറ്റേയാൾക്ക് ചെറുതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ ഉണ്ടാവും. ജീവിതത്തിൻ്റെ നിയമമാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലർക്ക് കുറയും, ചിലർക്ക് കൂടും. അത് ഈ യാത്രയുടെ നിയമമാണ്. എനിക്ക് കിട്ടിയ കഷ്ടം എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, പഠിച്ചോനെ എനിക്കതിലൊരു സന്തോഷമുണ്ടാകണമേ. അതാ റിള എന്ന് പറഞ്ഞാൽ അതാ. വല്ലാത്ത പ്രാർത്ഥനയല്ലേ ഇത്? പിടിച്ചു നിർത്തുന്ന പ്രാർത്ഥന. പഠിച്ചോൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചൊന്നുമല്ല, അത് വേറെ ആർക്കോ വേണ്ടി നിശ്ചയിച്ചിട്ട് അറിയാതെ എൻ്റെ ജീവിതത്തിൽ വന്നതൊന്നുമല്ല, അത് എനിക്ക് വേണ്ടി നിശ്ചയിച്ചതാണ്. നമ്മൾ പണ്ട് ബാലരമയിലും ബാലമംഗളത്തിലുമൊക്കെ ഇങ്ങനെ എന്താണ് കുത്തുകൾ യോജിപ്പിക്കുക എന്നുള്ളൊരു സംഭവം ഇല്ലായിരുന്ന? ഓർമ്മയില്ലേ? ഓരോരോ ഡോട്ട്സ് ഉണ്ടാവും. ആ ഡോട്ട്സ് ഇങ്ങനെ ഫില്ല് ചെയ്ത് ആദ്യം നമുക്കൊന്നും മനസ്സിലാവില്ല. കുറേ ഡോട്ട്സ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു കണ്ണുണ്ടാവും, ചിലപ്പോൾ ഒരു വാലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും. പക്ഷെ ആ കുത്തുകൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് യോജിപ്പിച്ച് അവസാനം അതെന്തായിരിക്കും? അതൊരു ആനക്കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു മുയലായിരിക്കും, അല്ലെങ്കിൽ ഒരു പശുവായിരിക്കും. ഇതാണ് ലൈഫ്. ചിലപ്പോൾ 1ാമത്തെ ഡോട്ടിലായിരിക്കും ഇപ്പം നമ്മളുണ്ടാവുക. അവിടെ അവസാനിക്കുന്നതിൻ്റെ പേരല്ല അത്. ഏതോ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. ആ ലക്ഷ്യത്തിൻ്റെ വട്ടം പൂർത്തിയാകുമ്പോൾ മാത്രം മനസ്സിലാകുന്ന ഒരു മീനിങ് ഉള്ളതിൻ്റെ പേരാണ് ലൈഫ്. അതാണ് ഈ പ്രാർത്ഥന. പഠിച്ചവൻ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിൻ്റെ തീരുമാനമാണ് എന്നെനിക്ക് മനസ്സിലാവണേ. പഠിച്ചവൻ എൻ്റെ ജീവിതത്തിൽ നീ എന്താണോ തന്നത് അത് എത്ര കുറേ ആവട്ടെ, അധികമാവട്ടെ, എത്ര കുറച്ചാവട്ടെ. ഇന്ന് കുറച്ചുള്ള ആൾ നാളെ കൂടുതലുള്ള ആളാവും, ഇന്ന് കൂടുതലുള്ള ആൾ നാളെ കുറച്ചുള്ള ആളാവും. അതൊക്കെ ഈ യാത്രയുടെ നിയമമാണ് കേട്ടോ. ഈ യാത്രയുടെ നിയമമാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ വന്നിട്ടുള്ളത്, നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ആദ്യത്തെ വാപ്പയ്ക്കും ആദ്യത്തെ ഉമ്മയ്ക്കും കിട്ടിയ ശിക്ഷയാണ് ഈ ഭൂമി. അവിടെ സന്തോഷമാണ് ഉണ്ടാവുക? ആണോ? ശിക്ഷയല്ലേ? അല്ലേ? അവർക്ക് കിട്ടിയ ശിക്ഷയല്ലേ ഇത്? ശിക്ഷ നടക്കുന്നൊരു സ്ഥലത്ത് സങ്കടമാണോ സന്തോഷമാണോ കൂടുതലുണ്ടാവുക? സന്തോഷം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കൂ. സന്തോഷമാണോ സങ്കടമാണോ കൂടുതലുണ്ടാവുക? മനുഷ്യാവസ്ഥയാണ് സങ്കടങ്ങൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ വെള്ളമാണ്, കുറച്ച് കരയാണ്. ഇതേപോലെയാ കൂടുതൽ സങ്കടങ്ങളും കുറച്ച് സന്തോഷങ്ങളും. അതിനാണ് പഠിച്ചോൻ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒരു ഫയർ സ്റ്റേഷൻ വെച്ചിട്ടുള്ളത്. എന്തിനാ? അതിൻ്റെ തൊട്ട് താഴെ തീ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. എന്തൊരു സൃഷ്ടിപ്പാണ് പഠിച്ചോണ്ടെന്ന് ആലോചിച്ചോ. ഇതെന്താ? ഈ 2 സാധനമല്ലേ? ഇതെന്താ? തീയണക്കാനുള്ള ജലസംഭരണിയാണ്. കാരണം എന്താ? ഇവിടെ തീയുണ്ടേ, അതുകൊണ്ടാണ്. അതൊരു കവിതയുണ്ട് അങ്ങനെ. കണ്ണിൽ ജലസംഭരണി വെച്ചത് നന്നായി,
നെഞ്ചിൽ തീയുള്ള നിനക്ക് അത് ഉപകാരപ്പെടും. വിശുദ്ധ ഖുർആനിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു സൂറത്ത് എന്ന് പറയുന്നത്, അധ്യായം എന്ന് പറയുന്നത് സൂറത്തുൽ ദുഹ ആണ്. ഒരുപക്ഷെ അത് കുറച്ചുകൂടെ കൺവേർജ് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ അതിലേറെ സ്വാധീനിക്കുന്ന വാക്കുകൾ വേറെ ഉണ്ടാവും. ഞാനവിടേക്ക് എത്തിയിട്ടില്ല. എന്നെ ഇപ്പം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു, ഇപ്പോഴും ആലോചിച്ചിട്ട് തീരാത്ത സൂറത്ത് അധ്യായം എന്ന് പറയുന്നത് സൂറത്തുൽ ദുഹയാണ്. എൻ്റെ മോനെ ഞാൻ ആദ്യം പഠിപ്പിച്ചു കൊടുത്തത് സൂറത്തുൽ ദുഹയാണ്. എല്ലാ നിസ്കാരത്തിലും അവൻ്റെ കൂടെയുള്ള നിസ്കാരങ്ങളിലൊക്കെ ഒന്ന് സൂറത്തുൽ ദുഹയായിരിക്കും. അതെന്തിനാണെന്നറിയോ? ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ പറയുക, അവൻ ജീവിക്കുന്നത് അവൻ്റെ ആദ്യത്തെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ശിക്ഷയായി കിട്ടിയിട്ടുള്ള ഒരു സ്ഥലത്താണ് എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു മാന്ത്രികമായ ശക്തി തരുന്ന വചനങ്ങളാണ് സൂറത്തുൽ ദുഹയുടെ അകത്തുള്ളത്. അതിൻ്റെ ഓരോ വാക്കുകളും അങ്ങനെയാണ്, വല്ലാത്ത വാക്കുകളാണ്. എങ്ങനെയാണ്? അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലുഹാ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ അലം യജിദിക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്. ഇതിൽ ഓരോ വാക്കും ഓരോ പുസ്തകങ്ങളാണ്. തുടക്കം തന്നെ വല്ലുഹ, വെയിൽ തന്നെയാണ് സത്യം. ലുഹ എന്ന് പറഞ്ഞാൽ ശരിക്ക് വെയിലാണ് എന്ന് പറഞ്ഞാൽ ഇല്ല സർ അല്ലേ, നല്ല വെയിലുള്ള ഒരു സമയമാണ് നമ്മൾ ലുഹ സമയം എന്ന് പറയുക അല്ലേ. ലുഹ എന്ന് പറഞ്ഞാൽ വെയിൽ, അല്ലെങ്കിൽ വെയിൽ എന്ന് പറയാം, കുറച്ചുകൂടെ നല്ലതാ. വെയിൽ തന്നെയാണ് സത്യം. പിന്നെ പറയാം വല്ലൈലി ഇദാ സജാ, രാത്രി ഇങ്ങനെ പീസ്ഫുള്ളാകുന്നു, ശാന്തമാകുന്നു, അത് തന്നെയാണ് സത്യം. എന്തിനെങ്ങനെ പറയണേ അറിയോ? ഇതൊക്കെ സത്യമാണല്ലോ അല്ലേ, ഇത് നമ്മൾ കാണുന്നല്ലേ. എന്നാൽ ഇതുപോലെ ഒരു സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാണ് ഈ വാ. നമുക്ക് പരിചയമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയാം വാ. എന്നിട്ട് പറയണത് എന്താണ്? നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾക്ക് പരിചയമുള്ളതാണല്ലോ അതൊക്കെ. വെയിൽ നിങ്ങൾ കാണുന്നല്ലേ, നമ്മളോട് പറയാം എടാ വെയിൽ നീ കാണുന്നല്ലേ അല്ലേ, നിൻ്റെ കണ്ണിന് മുന്നിൽ നീ കാണുന്നതല്ലേ വെയിൽ. രാത്രി ഇങ്ങനെ ശാന്തമാകുന്നത് നിൻ്റെ കണ്ണിന് മുന്നിൽ നീ കാണുന്നതല്ലേ അല്ലേ. എന്നാൽ അതുപോലെ ഒരു സത്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതെന്താണെന്നറിയോ? മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. എൻ്റെ ജീവിതത്തിൽ എത്ര സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും മനുഷ്യന്മാരൊക്കെ നിന്നെ കൈവിട്ടാലും, ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോകൂല എന്ന് പറഞ്ഞ മനുഷ്യരും വിട്ടുപോയാലും, സ്വപ്നങ്ങൾ തന്ന മനുഷ്യരും നിന്നെ വിട്ടുപോയാലും, എടാ പടച്ചോൻ നിന്നെ വിട്ടുപോയി എന്ന് നീ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. നിന്റെ പടച്ചോൻ നിന്നെ വെറുത്തു എന്നും നീ വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ സംഭവിക്കില്ല. അത് വെയിൽ പോലത്തെ സത്യമാണ്. അത് രാത്രി ശാന്തമാകുന്നത് പോലെ ഒരു സത്യമാണ്. ഇത് റസൂൽ തിരുമേനിയോട് അവിടെ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിച്ചൊരു സമയത്ത് പറഞ്ഞു കൊടുക്കുക ഹീലിംഗ് ആണ്. ഇങ്ങനെ അനുഭവങ്ങളിൽ ഇങ്ങനെ പൊള്ളി നിൽക്കുന്ന സമയത്ത് പടച്ചോൻ ഒഴിച്ചു കൊടുത്ത തണുത്ത വെള്ളമാണ്. പ്രതിസന്ധികളുടെ മരുഭൂമിയിൽ ഇങ്ങനെ പെട്ടപ്പോൾ പടച്ചോൻ ഉണ്ടാക്കിയെടുത്ത ഒറ്റ മരമാണ്, മരുഭൂമിയിലെ ഒറ്റ മരം, സൂറത്തുൽ ദുഹ. എന്നിട്ട് പഠിച്ചോൻ ഇങ്ങനെ പറയാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഇവിടെയല്ലേ നഷ്ടങ്ങളൊക്കെ, ഇവിടെയല്ലേ വേർപാടുകളൊക്കെ, നഷ്ടങ്ങളൊക്കെ ഇവിടെയാണ്. ഇവിടെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുന്നൊരു സ്ഥലമുണ്ട്, അവിടെ തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ നഷ്ടപ്പെടില്ല. അങ്ങനൊരു സ്ഥലമാണ്.
വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല. ഒന്നാമത്തെ ജീവിതത്തേക്കാൾ നല്ലത് രണ്ടാമത്തെ ജീവിതമാണ്, അവസാനത്തെ ജീവിതമാണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? വലസൗഫ യുഅ്തീക് റബ്ബുക ഫതർള. അതാണ്, നിനക്ക് നഷ്ടപ്പെട്ടു എന്നും കിട്ടിയില്ല എന്നും എനിക്ക് ലഭിച്ചില്ല എന്നൊക്കെ നീ പറയണില്ലേ, അതൊക്കെ അവിടെ തരും. അപ്പം നിനക്ക് സന്തോഷമാവും കേട്ടോ. എന്തൊരു വർത്തമാനം പറയണ പോലെ ഈ സൂറത്തെ നമ്മളോടിങ്ങനെ സംസാരിക്കുക. ഫതർള, അപ്പം നിങ്ങൾക്ക് സന്തോഷമാവും കേട്ടോ. എന്നിട്ട് പറയണ ഒന്ന് രണ്ട് വാക്കുകളുണ്ട്. റസൂലുള്ളാഹിയുടെ പറയണ എന്താ? അലം യജ്ദിക യതീമൻ ഫആവ. റസൂലേ, നിങ്ങൾ അനാഥനായിരുന്നില്ലേ? നിങ്ങളെ നാം ഇങ്ങനെ ചേർത്ത് പിടിച്ചില്ലേ? ആവാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇങ്ങനെ കെട്ടിപ്പിടിക്കല്ലേ സർ? അങ്ങനെ കെട്ടി ചേർത്ത് പിടിക്കുന്നതിന് പറയുന്ന പേരാ. ഒരു യതീം ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ് അവിടെ ഉപയോഗിച്ച വാക്ക്. ഒരു യതീമിന് നഷ്ടപ്പെടുന്നത് എന്താ? വാപ്പയുടെ ചൂടാണ്. ഉമ്മയെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ ഉമ്മയുടെ ചൂടാണ്. എൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ട് അവൻ്റെ വീട്ടിലേക്ക് പോയത് ഓർമ്മയുണ്ട്. ഗൾഫിൽ വെച്ചിട്ട് മരിച്ച. അവിടെ ഒരു ചെറിയ മോനുണ്ട്, ഇങ്ങനെ വലിയ ഷർട്ട് ഇട്ടിട്ട് നടക്കുന്നത്. വലിയ നമ്മുടെ ഒക്കെ പ്രായമുള്ള ആളിടുന്ന ഡ്രസ്സ് ചെറിയ മോനിട്ടുകൊണ്ട് നടക്കുന്നത്. അവ ചോദിച്ചപ്പോൾ എന്താണെന്നറിയോ? അവൻ്റെ മോനാ. ഇട്ട കുപ്പായ അതെന്നറിയാം, വാപ്പൻ്റെ കുപ്പായ. ആ വാപ്പ ഇനി വരില്ല. ആ വാപ്പ അവനെ ഇങ്ങനെ വാരിപ്പൊളിരുന്നത് പോലത്തെ അനുഭവത്തിന് വേണ്ടിയിട്ട് അവൻ ആ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുക. ആവാ. ഒരു യതീം എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് അവിടെ ഉപയോഗിച്ച വാക്ക്. അതെ. പിന്നെ പറയാ വവജദക ളാല്ലൻ ഫഹദ. എന്താണ് വെളിച്ചം എന്നറിയാത്ത ആളായിരുന്നില്ലേ? വെളിച്ചം തന്നില്ലേ? വവജദക ആയിലൻ ഫഅഗ്ന. ഒന്നുമില്ലാത്ത ആളായിരുന്നില്ലേ? എത്ര സമ്പന്നനാക്കി. പണം കൊണ്ടല്ല, അവസാന ദിവസവും കുടിലിൽ ജീവിച്ച ഒരാളോടെ പറയണ എന്ത്? സമ്പന്നനാക്കിയില്ലേ? ഏതാണ് ആ സമ്പത്ത്? കണ്ണുകൊണ്ട് കാണുന്ന സമ്പത്തിനെ കുറിച്ചല്ല, ഉള്ളുകൊണ്ട് അനുഭവിക്കുന്ന സമ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. കുടിലിൽ കിടക്കുമ്പോഴും ഒരാൾ അനുഭവിക്കുന്ന ഒരു ആനന്ദ ലഹരിയെക്കുറിച്ചാണ് പറയണത്. എന്നിട്ട് പറയണത് എന്താണെന്നറിയോ? അതാണ് വല്ലാത്ത വാക്ക്. എന്നിട്ട് പറയാ, ഇങ്ങനെയൊക്കെയായിരുന്നു നിങ്ങൾ വഴിയറിയാത്ത ആളായിരുന്നു, വഴി കാണിച്ചെന്ന്. അനാഥനായിരുന്നു, വാരിപ്പുണർന്നു. ഒന്നുമില്ലാത്തൊരാളായിരുന്നു, എന്തൊക്കെയോ തന്നു അല്ലേ? അബ്ദുള്ള എന്നുള്ള മകൻ മരിച്ചു, ചെറുപ്പക്കാരനാ അല്ലേ? അബ്ദുള്ള എന്ന മകൻ മരിച്ചു, ചെറിയ പ്രായമുള്ളൂ, 20 വയസ്സിൽ 25 വയസ്സ് അല്ലെങ്കിൽ അതിൻ്റെ താഴെയൊക്കെ ഉള്ളൂ, ചെറിയ പ്രായം ഉണ്ടാവും. അബ്ദുള്ള എന്നുള്ള മകൻ മരിച്ചിട്ടും അബ്ദുൽ മുത്തലിബ് എന്ന പിതാവ് ജീവിച്ചു. ആ പിതാവിന് 70-ലേറെ വയസ്സുണ്ട്. എല്ലാ വാതിലും അടച്ചപ്പോഴും ഒരു ജനാല നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നില്ലേ പ്രവാചകരെ? അതാണ് പറയണത്. വവജദക ആയിലൻ ഫഅഗ്ന. നമ്മുടെ ജീവിതത്തിലുണ്ടാവും ഒരു അബ്ദുൽ മുത്തലിബ്, നമ്മുടെ ജീവിതത്തിലുണ്ടാവും ഒരു ഖദീജ, നമ്മുടെ ജീവിതത്തിലുണ്ടാവും വിട്ടുപോകാത്ത ഒരു അബൂബക്കർ. അതിനെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. നമ്മളിത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് നമ്മളെ വിട്ടുപോകാത്ത ആ അബൂബക്കറിനെ കുറിച്ചാണ്. നമ്മുടെ മനസ്സിൽ അപ്പോൾ വരേണ്ടത് നമുക്ക് അഭയമായ ആ ഖദീജയെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സിൽ അപ്പോൾ വരേണ്ടത് നമുക്ക് വേണ്ടി തുറന്നു തന്ന അബ്ദുൽ മുത്തലിബ് എന്ന ജനാലയെക്കുറിച്ചാണ്. ഓരോരുത്തർക്കും ഓരോ ഡയമെൻഷൻ ആയിരിക്കും. എന്നിട്ട് പറയാ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. നിങ്ങൾ അനാഥനായിരുന്നില്ലേ? ഇപ്പം നിങ്ങൾ അനാഥനല്ലല്ലോ. പക്ഷേ റസൂലേ, അനാഥരായ മനുഷ്യർ നിങ്ങളുടെ പിന്നിലുണ്ട്. നിങ്ങൾ അന്ന് അനുഭവിച്ച അരക്ഷിതത്വം എത്ര വലുതാണോ, ആ അരക്ഷിതത്വം അനുഭവിക്കുന്ന മനുഷ്യർ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ട്, നിങ്ങളുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരെ നിങ്ങൾ അവഗണിക്കരുത് കേട്ടോ. നിങ്ങളൊരു കാലത്ത് വിഷമം അനുഭവിച്ച ഒരാളാണോ? നിങ്ങൾ ഇന്ന് വിഷമമൊന്നും അനുഭവിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അന്ന് അനുഭവിച്ച അതേ വിഷമം അനുഭവിക്കുന്ന മനുഷ്യർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അവരെ കാണാനുള്ളൊരു കണ്ണ് നിങ്ങളുടെ മുഖത്തുണ്ടായിരിക്കണം. അത് ഈ കണ്ണല്ല, മൂന്നാമതൊരു കണ്ണാണ്. അത് കരുണയുടെ കണ്ണാണ്. നമ്മുടെ കുടുംബത്തിൽ എത്ര യതീമുകളുണ്ട് എന്നെങ്കിലും ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം.
എന്താണ് ഈ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ? കാണാതെ പഠിക്കാന്നാ? ആ, എന്താ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ? ഇത്തയും ഇത്തയുടെ ഹസ്ബൻഡും ഹജ്ജിന് പോയി എന്ന് വിചാരിച്ചുള്ളൂ, അല്ലെങ്കിൽ എവിടേക്ക് ടൂറ് പോയി എന്ന് വിചാരിച്ചുള്ളൂ. തുർക്കിയിലേക്ക് ടൂറ് പോയി. എത്ര ദിവസത്തിനാണ്? 20 ദിവസത്തിന്. 20 ദിവസത്തിന് ടൂറ് പോകുമ്പോൾ നിങ്ങളുടെ മക്കൾ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഇത്തയും ഹസ്ബൻഡും മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുത്തൊരു പേപ്പർ മക്കൾക്ക് കൊടുക്കുക. ആ പേപ്പറിൽ എന്തൊക്കെ എഴുതി വെച്ചതെന്നറിയാം? സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ അവരെ സഹായിക്കണേ. അയൽവാസികളോടൊക്കെ നന്നായി പെരുമാറുന്ന രീതിയിലായിരിക്കണേ. ഒരാളോടും അക്രമമൊന്നും കാണിക്കരുത്, ഒരാളെയും വിഷമിപ്പിക്കരുത്, ഒരാളെയും വെറുപ്പിക്കരുത്. ഇങ്ങനെ കുറേ വാല്യൂസ് ആ പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് നിങ്ങളെ മക്കൾക്ക് കൊടുത്ത്. ഓക്കെ, നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? എന്താ കാണുന്നതെന്നറിയോ? മക്കൾ ഇത് വായിച്ചുകൊണ്ടിരിക്കുക, ഇത് കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഓരോ അക്ഷരം പോലും തെറ്റാതെ ആ വാക്കുകൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനാണോ നിങ്ങൾ കൊടുത്തത്? അതിനാണോ കൊടുത്തത്? ആണോ? പലപ്പോഴും ഖുർആൻ ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കണേ, അല്ലേ? ഖുർആൻ അതിനാണോ തന്ന്? അത് ഖുർആൻ്റെ ഒരു ഭാഗമാണ്. ശരിയായ രീതിയിൽ വായിക്കണം, അതിൻ്റേതായ നിയമമുണ്ട്. മറ്റൊരു പുസ്തകത്തിനില്ലാത്ത രീതിയിൽ വായിക്കേണ്ടതിന് നിയമമുണ്ട്, രീതിയുണ്ട്, അല്ലേ? ഒരേ വാക്കേണ്ട എല്ലാ സമയത്തും ഒരുപോലെയല്ല. ആ ലാ മ, അലിഫ് ലാം മീം, അല്ലേ? സൂറത്തുൽ ഫീൽ എന്ന് പറഞ്ഞൊരു അധ്യായമല്ലേ, അതിൻ്റെ തുടക്കത്തിൽ എന്താ? അലിഫ് ലാം മീം. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുക? എങ്ങനെയാ? അലം അലം തറ കൈഫ, അല്ലേ? സൂറത്തുൽ ബഖറയിലും ആദ്യത്തിൽ ഇതന്നെ അലിഫ് ലാം മീം. അവിടെ എങ്ങനെ വായിക്കുക? അലം എന്ന് വായിക്കുക, അലിഫ് ലാം മീം. നിയമമുണ്ട്, വെറുതെ വായിക്കാൻ പറ്റില്ല. ഇതൊക്കെ ശരിയാ, പക്ഷെ ഇതിനു വേണ്ടിയാണോ തന്നത്? ആണോ? ഇതിനു വേണ്ടിയാ തന്നത്? അപ്പൊ ഖുർആൻ പഠിക്കാറിന് എന്താ? ഖുർആൻ പ്രയോഗിക്കാനാണ്. യതീമിനെ സംരക്ഷിക്കണം എന്ന ഒരു ഭാഗം നിങ്ങളുടെ ഖുർആൻ പഠന ക്ലാസ്സിൽ പഠിക്കുകയാണ്. യതീമിനെ സംരക്ഷിക്കണം. അപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന ആൾ നിങ്ങളോട് എന്താ പറയുക? അടുത്ത ആഴ്ച വരുമ്പോൾ ഇത് പഠിച്ചുകൊണ്ട് വരണേ, അടുത്ത ആഴ്ച വരുമ്പോൾ ഇത് കാണാതെ പഠിച്ചുകൊണ്ട് വരണേ. ശരിക്കും പറയേണ്ടത് എന്താ? അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു യതീമിനെയെങ്കിലും തലോടിയിട്ടെങ്കിലും ഇങ്ങോട്ട് വരണേ എന്നാണ്. ഇതിനാണ് പഠിച്ചോ ഖുർആൻ എന്നുള്ളത്. മനസ്സിലായില്ലേ? വേറെ പുസ്തകങ്ങൾ പോലത്തെ ഒരു പുസ്തകം അല്ല അത്. ഇതെന്തിനാ തന്ന്? ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ഉത്തരവാദിത്തമല്ല. പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ അറിയില്ലല്ലോ അതെന്താന്ന്. നമ്മൾ അറിയണില്ലല്ലോ. അറിയണ ഒരാൾക്ക് എന്ത് വരും? ഉത്തരവാദിത്വം വരും. അങ്ങനെയല്ലേ? അപ്പോൾ റസൂൽ തിരുമേനിയോട് പഠിച്ചോൻ പറയാം, അല്ലെങ്കിൽ വായിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും പറയാം, എന്താ? പ്രവാചകരെ, നിങ്ങൾ ഒരു കാലത്ത് യതീമായിരുന്നില്ലേ? ഇപ്പം നിങ്ങൾ യതീമൊന്നുമല്ല, പക്ഷേ യതീമുകളുണ്ട്, അവരെ നോക്കണേ. പിന്നെ പറയാ റസൂലെ, നിങ്ങൾ ഒരു കാലത്ത് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരാളായിരുന്നു, ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ആളായിരുന്നു. ഇപ്പം നിങ്ങൾ ഇൻഡിപെൻഡൻ്റാണ്. ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചോദിക്കുന്ന മനുഷ്യരിപ്പോഴും ഉണ്ട് റസൂലെ. നിങ്ങളൊരു കാലത്ത് ഡിപ്രഷൻ അനുഭവിച്ച ഒരാളാണോ? നിങ്ങൾ അതിൽ നിന്ന് കഷ്ടപ്പെട്ട് കരകയറി വന്നോ? ഡിപ്രഷൻ അനുഭവിക്കുന്ന എത്രയോ മനുഷ്യർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഒരാളെയെങ്കിലും നിങ്ങൾ പരിഗണിക്കണേ, ഒരാൾക്കെങ്കിലും നിങ്ങളൊരു കൂട്ടാവണേ. അതല്ലേ ഈ പറഞ്ഞ്, അല്ലേ? നമ്മളൊരു കാലത്ത് അനുഭവിച്ചത്, അതിൽ നിന്ന് കരകയറി വന്ന നമ്മളോട് പറയാ, അതേ അനുഭവങ്ങളിലൂടെ കടന്നു പോണ മനുഷ്യന്മാരുണ്ട്. അവരെങ്ങൾ നോക്കണേ. ചെറിയ സൂറത്താണത്. ബാക്കി നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ടോ? ഖുർആൻ എങ്ങനെ പഠിക്കേണ്ടതെന്നറിയോ? ഒരു വചനമൊക്കെ മതി, അത് എഴുതിയിട്ട് കിശയിലിടുക. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ എടുത്തിട്ട് വായിച്ചു നോക്കുക. നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ അതിങ്ങനെ ഉണ്ടാവുക. അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, കിട്ടാവുന്ന അത്രയും വിവരം ശേഖരിച്ചുകൊണ്ടിരിക്കുക. അതിലെന്താണ് പറഞ്ഞത്? അത് ജീവിതത്തിൽ പ്രയോഗിക്കുക. ഇതാണ് ഖുർആൻ സ്റ്റഡി. നമ്മുടെ രീതി, അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കാറുള്ളത് അതിനാണ്. ശ്രമിക്കാനേ കഴിയുള്ളൂ. ബാക്കി പഠിച്ചുകൊണ്ടൊരു കരുണയാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? മനുഷ്യരെങ്ങനെയാണ് വാക്കിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന്.
എൻ്റെ ഒരു കുടുംബ സുഹൃത്തുണ്ട്, തിരൂരായിരുന്നു ആണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിന് ആകെ ഒരു ആൺകുട്ടിയേ ഉള്ളൂ. അവന് നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. മലപ്പുറത്ത് സൂപ്പർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്, വളരെ ഫേമസ് ആയിരുന്നു അന്ന്. ഇപ്പം ഇല്ല, സൂപ്പർ സ്റ്റുഡിയോ ഇപ്പം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഇത്ര ഫേമസ് അല്ല. എന്തായാലും അതിൻ്റെ കളിക്കാരനായിരുന്നു. അപ്പോൾ രാവിലെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയതാ. കളിക്കുന്നതിനിടയിൽ വേറൊരാളോട് കൂട്ടിമുട്ടി തല വല്ലാതെ പരിക്ക് പറ്റിയിട്ട് അവൻ മരിച്ചുപോയി. വീട്ടിലേക്ക് വൈകുന്നേരം കൊണ്ടുവരുന്നത് ആംബുലൻസിൽ അവൻ്റെ മൃതദേഹമാണ്. ആ വാപ്പയില്ലേ, ആ വാപ്പ നമ്മളോട് പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹം പറയാം, മോനെ ഇങ്ങനെ കിടത്തി, ഞാൻ മോൻ്റെ തലക്കരികിൽ ഇങ്ങനെ ഇരുന്നു. എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ ആളുകൾ വരുന്നു, അത്രയേറെ ആളുകൾ ആ വീട്ടിലേക്ക് വരുന്നു. ഇവൻ അത്രയും സൗഹൃദങ്ങളുണ്ട്. നന്നായി പഠിക്കുന്ന ഒരാളായിരുന്നു, വഹാബ് എന്നിരുന്നു അവൻ്റെ പേര്. അപ്പോൾ അത്രയും സൗഹൃദങ്ങൾ അവന് ചുറ്റുപാടിലുണ്ടായതുകൊണ്ട് അത്രയും ആളുകൾ എല്ലാവരും ഈ വാപ്പൻ്റെ അടുത്ത് വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയാം, കുറേ ആൾ വന്നിട്ട് എന്നിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവണില്ല, ഒന്നും കേൾക്കണില്ല. കുറേ സമയം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ഒരാൾ വന്ന്, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചത് എന്താണെന്നറിയോ? ആശ്വസിപ്പിച്ചതൊന്നുമില്ല. ഇദ്ദേഹം ചോദിച്ചു, ഇവിടെ ഖുർആൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടല്ലോ, ഒന്നെടുത്തുകൊണ്ട് വരുമോ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. ഈ വാപ്പ പോയിട്ട് ഖുർആൻ്റെ ട്രാൻസ്ലേഷൻ കൊണ്ടുവരുന്നവരെ ഇദ്ദേഹം അവിടെ ഇരുന്ന് ട്രാൻസ്ലേഷൻ കൊണ്ടിങ്ങനെ വന്നു. അപ്പോൾ ഇദ്ദേഹം പറയുക വാപ്പയോട്, അതിൽ നിന്ന് സൂറത്തുൽ ഹദീദ് ഒന്ന് മറിച്ചിട്ട് എടുക്കുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം സൂറത്തുൽ ഹദീദ് ഇങ്ങനെ മറിച്ചു. കണ്ണീര് കലർന്ന വിരലുകളാണ്, അദ്ദേഹത്തിന് മറിക്കാൻ കഴിയണില്ല, വരച്ചിട്ട് കഷ്ടപ്പെട്ട് സൂറത്തുൽ ഹദീദ് എടുത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൽ നിന്ന് 23, 24 വചനങ്ങൾ ഒന്ന് വായിക്കുമെന്ന് ചോദിച്ചു. അദ്ദേഹം ഇങ്ങനെ വായിച്ചു. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈ ലാ തഅസൗ അലാ മാ ഫാതക്കും വലാ തഫ്റഹു ബിമാ ആതാക്കും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഓക്കെ, അതിൻ്റെ അർത്ഥം ഒന്ന് വായിക്കുമെന്ന് ചോദിച്ചു. അദ്ദേഹം അർത്ഥം വായിക്കുക. എന്താ അർത്ഥം? നിങ്ങളുടെ ജീവിതത്തിലോ ഈ ഭൂമിയിൽ തന്നെയോ യാതൊന്നും സംഭവിക്കുന്നില്ല പടച്ചോൻ്റെ നിശ്ചയപ്രകാരമല്ലാതെ, പടച്ചോൻ ഡിസൈൻ ചെയ്യുന്നതല്ലാതെ. നിങ്ങളുടെ ജീവിതത്തിലോ ഈ ഭൂമിയിലോ ഒന്നും സംഭവിക്കണില്ല കേട്ടോ. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അത് പടച്ചോന് എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇതെന്തിനാ നമ്മളോട് പറയണേ? പടച്ചോൻ അങ്ങനെ ചെയ്താൽ പോരെ, എന്തിനാ നമ്മളോട് പറയണേ? എന്തിനാ? അതാണ് അടുത്ത വാക്ക്. ഇതെന്തിനാ പറയണേ നമ്മളോട്? അതാണ് അടുത്ത വാക്ക്. എന്താ? ലികൈ ലാ തഅസൗ അലാ മാ ഫാതക്കും. നിങ്ങളെ ഈ ജീവിതത്തിലെ നിങ്ങൾക്ക് ചിലതൊക്കെ നഷ്ടപ്പെടും. അപ്പോഴേ നിങ്ങൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വലാ തഫ്റഹു ബിമാ ആതാക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ചിലതൊക്കെ കിട്ടും, അപ്പം നിങ്ങൾ അഹങ്കരിക്കാതിരിക്കാനാണ്. അങ്ങനെ അഹങ്കരിക്കണവരെ പഠിച്ചോന് ഇഷ്ടമില്ല കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ നഷ്ടപ്പെടും, അപ്പോഴേ നിങ്ങൾ തകരാതിരിക്കാൻ വേണ്ടിയാണ്. ആ ഒറ്റ വാക്കിൽ ഇയാളിങ്ങനെ സ്തംഭിച്ചു നിന്നു. അദ്ദേഹം പറയാ, കുറേ ആളുകൾ വന്നിട്ട് എന്നെ ആശ്വസിപ്പിച്ചു, ഇവരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് എനിക്ക് ആശ്വാസം കിട്ടിയില്ല. പക്ഷെ വേറൊരാൾ എന്നെ ആശ്വസിപ്പിച്ചു, അയാളെ ഞാൻ കാണുന്നില്ല, പക്ഷെ അതുകൊണ്ടാണ് എനിക്ക് ആശ്വാസം കിട്ടിയത്. ഇന്നും 10-20 കൊല്ലമായി അദ്ദേഹം പറയാ ഇപ്പോഴും. ഈ മൂസാ നബിയുടെ സ്റ്റോറിയിൽ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന് പഠിച്ചവനെ കാണാനൊരാഗ്രഹം ഉണ്ടായി, അറിയില്ലേ അത്? അപ്പോൾ പഠിച്ചവനിങ്ങനെ പറയാം, അതാ അങ്ങോട്ട് നോക്കൂ, ഈജിപ്തിലാണ് അത്, സെൻറ്റ് കാതറിൻ മോണിസ്ട്രി എന്നുള്ള പേരിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്, ആ സ്ഥലവും ഒക്കെ. അപ്പോൾ മൂസാ നബിയോട് പഠിച്ചവൻ പറയും, ഇതാ അങ്ങോട്ട് നോക്ക്, അവിടെ എന്താ കാണുന്നത്? ആ മൂസാ നബി ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു മരം ഇങ്ങനെ കത്തുന്നു അല്ലേ? അപ്പോൾ ആകെ പേടിച്ചു പോയി മൂസാ നബി. അപ്പോൾ ഒരു ശബ്ദം കേൾക്കുക,
പേടിക്കണ്ട, ഇത് ഞാനാ, എന്നെ കാണണമെന്ന് പറഞ്ഞില്ലേ, ഇത് ഞാനാ, ഇന്നിയാണല്ലോ മൂസ, ഇത് ഞാനാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ സ്ഥലത്ത് പോയിട്ടുണ്ട്, ഈ സ്ഥലം കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ആലോചിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? പടച്ചോനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ മൂസാ നബിയോട് പടച്ചോൻ പറയാ, അങ്ങോട്ട് നോക്ക്. അപ്പോൾ ആ മരത്തിലേക്ക് നോക്കിയപ്പോൾ നിറയെ പൂക്കൾ വിടർന്ന് നിൽക്കുന്ന ഒരു മരമല്ല കണ്ടത്, കത്തി നിൽക്കുന്നൊരു മരമാണ് കണ്ടത്. സന്തോഷങ്ങളിൽ നിന്നല്ല മനുഷ്യൻ പടച്ചോനെ കണ്ടെത്തുന്നത്. അഗ്നി പരീക്ഷകളുടെ ഒടുവിലാണ് മനുഷ്യൻ അവൻ്റെ രക്ഷിതാവിനെ കണ്ടെത്തുന്നത്. സങ്കടങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ജീവിതം പഠിക്കണം. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമുക്ക് കിട്ടിയ ചുംബനങ്ങളില്ലേ, അതൊക്കെ മാഞ്ഞു പോയില്ലേ? എത്ര ഉമ്മ കിട്ടിയിട്ടുണ്ടാകും നമുക്ക്, അതൊക്കെ മാഞ്ഞു പോയില്ലേ? ഒന്നും ഇവിടെ കാണാനില്ലല്ലോ. എന്നാൽ കുട്ടിക്കാലത്ത് വീണ മുറിപ്പാടുകൾ ഇപ്പോഴും കാലിന് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അതെന്താ? മുറിപ്പാടുകൾക്ക് പലതും പഠിപ്പിക്കാനുണ്ട്, ചുംബനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിക്കാനില്ല. സങ്കടങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ജീവിതം പഠിക്കുന്നതും അവൻ്റെ പടച്ചോനെ കണ്ടെത്തുന്നതും. സൂറത്തുൽ കഹ്ഫിൽ ഒരു വചനമുണ്ട്. എന്താണെന്നറിയോ? വല്ലാത്തൊരു വാക്കാണ് കേട്ടോ അത്. ദുഷ്ടനായൊരു ഭരണാധികാരിയാണ്. അദ്ദേഹം അവിടെയുള്ള രാജ്യത്തുള്ള മുഴുവൻ ആളുകളോടും വിഗ്രഹങ്ങളെ ആരാധിക്കാൻ കൽപ്പിക്കുകയാണ്. അതനുസരിക്കാത്ത കുറച്ച് ചെറുപ്പക്കാരുണ്ട്. അവരെക്കുറിച്ച് ഇങ്ങനെ പറയുക പടച്ചോൻ. അവരെക്കുറിച്ച് പ്രയോഗിച്ചൊരു വാക്കുണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയല്ല കേട്ടോ, പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടി എനിക്ക് പറഞ്ഞു തന്നതാണ്, അവളെനിക്ക് പറഞ്ഞു തന്നതാണ്. എന്താണെന്നറിയോ? പടച്ചോൻ പറയുക, വറബത്തുന അലാ ഖുലൂബിഹിം ഇത് ഖാമു ഫഖാലു റബ്ബുന റബ്ബു സമാവാതി വല്ലർദ്. അങ്ങനെ പറയുക. എന്താണ് അർത്ഥം എന്നറിയോ? വറബത്തുന, അവർക്ക് നാം, വറബത്തുന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നാം ശക്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ധൈര്യം കൊടുത്തു. എപ്പോ? ഇത് ഖാമു, അവരെഴുന്നേറ്റ് നിന്നപ്പോൾ. ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നു എന്നല്ല, എഴുന്നേറ്റ് നിന്നപ്പോൾ ധൈര്യം കൊടുത്തു. ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. അത് ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നു എന്നല്ല, എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറായപ്പോൾ അവർക്ക് ധൈര്യം കൊടുത്തു എന്നാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിലുള്ള പ്രശ്നങ്ങൾ, നമുക്ക് ചിലപ്പോൾ വല്ലാതെ ഞെട്ടലോടെ കാണേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, നിസ്സഹായതയോടെ നിൽക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ മുന്നിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തയ്യാറാകുമ്പോൾ, അതിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുമ്പോൾ, തയ്യാറാകുമ്പോൾ ആകാശത്ത് നിന്നൊരു ധൈര്യം നമ്മളെ വന്ന് പൊതിയാനുണ്ട്. ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നു എന്നല്ലേ പറയണ്ടേ? ഖുർആൻ പറഞ്ഞ അവരെ എഴുന്നേറ്റ് നിന്നു. അപ്പം അവർക്ക് നാം ധൈര്യം കൊടുക്കും. ധൈര്യം പിന്നെ വന്ന് ആദ്യം അവരെന്താ ചെയ്ത്? അതിന് തയ്യാറാവുകയാണ് ചെയ്തത്. എപ്പോഴും നിങ്ങൾ ആലോചിച്ചു കൊണ്ടു, മനുഷ്യൻ്റെ ഒരു പ്രശ്നത്തിൽ നിന്ന് അവൻ ഒളിച്ചോടാനാണ് ആദ്യം ശ്രമിക്കുക, അതിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കുക. കാരണം എന്നെക്കൊണ്ട് താങ്ങൂല എന്ന് അവൻ്റെ ഒരു പേടിയുണ്ടാവുക. അതിനെക്കുറിച്ചാണ് പറയണേ. താങ്ങാനുള്ള കെൽപ്പ് കിട്ടുന്നത് ഇവിടുന്നല്ല, അവിടുന്നാണ് എല്ലാം വരുന്നത്. ജീവിക്കാനുള്ളതെല്ലാം അവിടുന്നല്ലേ. മഴ അവിടുന്നല്ലേ, വെയിൽ അവിടുന്നല്ലേ, അല്ലേ? വെളിച്ചവും അവിടുന്നാണ്. ആ വെളിച്ചമാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചം. അത് ഇവിടുന്ന് ഉണ്ടാവില്ല. ആകാശത്തിൽ നിന്നല്ലേ വെള്ളം വരുന്നത്, ആകാശത്തിൽ നിന്നല്ലേ വെയിൽ വരുന്നത്, ആകാശത്തിൽ നിന്ന് തന്നെയാണ് വെളിച്ചവും വരുന്നത്, ഉള്ളിലേക്കുള്ള വെളിച്ചം. അൻസല, മഴയെക്കുറിച്ച് പറഞ്ഞ അതേ പ്രയോഗമാണ് ഖുർആനെ കുറിച്ച് പറഞ്ഞത്, ഇല്ലേ? മഴയെക്കുറിച്ച് എന്താ പറഞ്ഞ? അൻസല, നാം താഴേക്ക് ഇറക്കി കൊടുത്തു. ഖുർആനെ കുറിച്ച് എന്താ പറഞ്ഞ? അൻസല, താഴേക്ക് ഇറക്കി കൊടുത്തു. കാരണം ജീവിക്കാൻ മഴ വേണം, ജീവിക്കാൻ വെയിൽ വേണം, ജീവിക്കാൻ ഈ വെളിച്ചവും വേണം. ജപ്പാനിൽ, ഞാനതോടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. ജപ്പാനിൽ ഒരു വലിയ ബുദ്ധമത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മിസ്ചുഷി എന്നാണ് കേട്ടോ. പേരെന്ന് ഓർത്ത് വെക്കണ്ട, മിസ്ചുഷി എന്നാണ് പേര്.
ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? അദ്ദേഹം ബുദ്ധിസ്റ്റാണല്ലോ, ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ആളല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ബുദ്ധമതത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്, പുണ്യഗ്രന്ഥങ്ങൾ എന്നവർ അവർ വിശ്വസിക്കുന്ന ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ ജാപ്പനീസ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അതിന് വലിയൊരു എമൗണ്ട് ഓഫ് മണി വേണം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം ഓരോ വീടുകളിലും കയറിയിട്ട് പൈസ ശേഖരിക്കുക, നാണയങ്ങൾ ശേഖരിക്കുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരാൾ നാണയങ്ങൾ ശേഖരിച്ചിട്ട് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാതെ? മലയാളത്തിൽ ആദ്യമായി ഇറങ്ങിയ നബി ചരിത്രമാണ് ആ പുസ്തകം. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാം? ഇവിടെയാ ഓരോ വീടുകളിലും കയറി ഇറങ്ങി നാണയങ്ങൾ ശേഖരിച്ചിട്ട് ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന് കൊടുത്ത പേരെന്താണെന്നറിയാം? നബി നാണയം. ആളുടെ പേര് മക്തിത്തങ്ങൾ എന്നാണ്. കേട്ടില്ലേ? മഹാനായ മക്തിത്തങ്ങളുടെ പുസ്തകത്തിൻ്റെ പേര് നബി നാണയം എന്നാണ്. അതിടാനുള്ള കാരണം ഇങ്ങനെ നാണയങ്ങൾ ശേഖരിച്ചുകൊണ്ട്. അപ്പോൾ ഇദ്ദേഹം മിസ്റ്റുഷി ഓരോ വീടുകളിലും കയറിയിട്ട് നാണയങ്ങൾ ശേഖരിച്ചിട്ട് എന്തിനാ? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ട്രാൻസ്ലേഷൻ്റെ പണിയൊക്കെ തുടങ്ങുകയാണ്. കുറേ ഉദ്യോഗസ്ഥരുണ്ടല്ലോ എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൈസയൊക്കെ റെഡിയായി പണികൾ തുടങ്ങുന്ന സമയത്താണ് ജപ്പാനിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായത്. ആ ഭൂകമ്പത്തിൽ കുറേ ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. നിങ്ങൾ ശരിക്കും കേൾക്കണേ, വീട് നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ പൈസ മുഴുവനും പല ആളുകൾക്ക് വീട് വെക്കാൻ വേണ്ടി കൊടുത്തു. ട്രാൻസ്ലേഷൻ ഇറങ്ങിയില്ല. അതിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒന്ന് തണുത്തപ്പോൾ അദ്ദേഹം വീണ്ടും ഇതിനിറങ്ങുകയാണ്. ഓരോ വീടുകളിലും ഇറങ്ങിയിട്ട് വീണ്ടും നാണയങ്ങൾ ശേഖരിച്ച് പുസ്തകം ഇറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അവിടെ ഒരു വലിയ പ്രളയം ഉണ്ടായി. ഇതേപോലെ പല ആളുകൾക്ക് പലതും നഷ്ടപ്പെട്ടു. ആ ഫണ്ടിലേക്ക് ഇദ്ദേഹം അതും കൊടുത്തു. ട്രാൻസ്ലേഷൻ ഇറക്കാൻ പറ്റില്ല. ഓക്കെ, മൂന്നാമത്തെ പ്രാവശ്യവും ഇതേപോലെ തന്നെ നാണയങ്ങളൊക്കെ ശേഖരിച്ച് അദ്ദേഹം അതിനു വേണ്ടി തയ്യാറായി. പ്രത്യേകിച്ച് അന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ട്രാൻസ്ലേഷൻ്റെ പണിയൊക്കെ പൂർത്തിയായി. അദ്ദേഹം പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിൻ്റെ 1-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതി വെച്ചൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഇത് ഈ പുസ്തകത്തിൻ്റെ 3-ാമത്തെ പതിപ്പാണ്. 1-ാമത്തെ പതിപ്പ് 2-ാമത്തെ പതിപ്പും പുസ്തകങ്ങളായോ വാക്കുകളായോ അല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. കാരുണ്യമുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. 3-ാമത്തെ പതിപ്പ് പുസ്തകമായിട്ടും വരുന്നു. എന്താണ് പഠിച്ചവൻ്റെ ഗ്രന്ഥം? ഇതിനുള്ളതാണ്. താങ്ക് യു ഷാലിമോ. നമ്മൾ കാണാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് നിന്ന് കാഴ്ചയില്ലാത്തൊരു കുട്ടി വന്നിട്ടുണ്ട്. അത് ആരാ? ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഞാൻ അങ്ങോട്ട് വരാം. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയിട്ടുണ്ട്. അത് എന്തിനുള്ള അവാർഡായിരുന്നു? ആണോ? അസ്സലാമു അലൈക്കും. പിന്നെ എനിക്ക് പ്രസിഡൻറ്റിൽ നിന്ന് കയ്യിൽ നിന്ന് അവാർഡ് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓൾറൗണ്ടഡ് പെർഫോമൻസിനായിരുന്നു. ഒന്നാമത് ഞാനൊരു മ്യൂസിഷ്യനാണ്, ഞാൻ സിംഗറാണ്, ഒരു പിയാനിസ്റ്റുമാണ്. പിന്നെ അതുപോലെ തന്നെ അറൗണ്ട് 10 or 12 ലാംഗ്വേജസ് ഞാൻ സംസാരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ അക്കാഡമിക് ഫീൽഡിലും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് നമ്മൾ ബ്ലൈൻഡ് ആയിട്ടുള്ള പീപ്പിൾ മോസ്റ്റ്ലി സ്ക്രൈബിൻ്റെ ഹെൽപ്പോടെയാണല്ലോ എക്സാം എഴുതാറുള്ളത്. പക്ഷേ ഞാനൊരു സോഷ്യൽ വർക്കറാണ്. ഞാൻ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൊജക്റ്റ് വിഷൻ എന്നുള്ളൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ അംബാസഡറാണ്. നമ്മുടെ ഡൊണേഷൻ പ്രചരിപ്പിക്കുക എന്നാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. സോ അതിൻ്റെ ഒരു മെസ്സഞ്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാത്തിനും കൂടിയുള്ള എൻ്റെ ഓൾറൗണ്ടഡ് പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളെക്കാൾ കാഴ്ചയുണ്ടല്ലേ? അല്ലേ? നമ്മളെക്കാൾ കാഴ്ചയുണ്ട്, താഴ്ചയുണ്ട്, ആഴമുണ്ട്. ഒരിക്കൽ
നബി തിരുമേനി ഒരു കിട്ടുന്നതായിരിക്കും ഒരു പക്ഷേ. നബി തിരുമേനി വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. നബി മാത്രമല്ലല്ലോ, ഒരു രാജ്യത്തിൻ്റെ തലവനുമാണല്ലോ. അപ്പോൾ രാഷ്ട്രതന്ത്രപ്രധാനമായ വേറെ ഏതോ രാജ്യത്തു നിന്ന് വന്ന ആളുകളോട്ടൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം നബി വിചാരിക്കണം എന്താണെന്നറിയോ, അങ്ങോട്ട് ആരും വരരുത് എന്നാണ്. കാരണം ആ ചർച്ചയ്ക്ക് ഒരു പ്രയാസം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അങ്ങോട്ടൊരാൾ വന്ന് അസ്സലാമു അലൈക്കും എന്ന് ഉറക്കെ പറഞ്ഞിട്ടൊരാൾ വന്ന് നബി വലൈക്കും സ്സലാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നബി തിരുമേനിയുടെ നെറ്റി ഒന്ന് ചെറുതായിട്ട് ചുളിഞ്ഞ് ഒരു ഇഷ്ടക്കേട് തോന്നുന്ന, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വരേണ്ടില്ലായിരുന്നു എന്നുള്ള അത്രയേ ഉള്ളൂ കേട്ടോ. ഈ നെറ്റ് ചുളിയാന്നുള്ളതിന് അറബിയിൽ എന്താ പറയുക അറിയോ? അബസ. എന്താണ്? 3 അക്ഷരം, അബസ. ഈ അബസ എന്നുള്ള പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു വചനമല്ല, ഒരധ്യായമാണ്. നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഖുർആനിലില്ല. ഉണ്ടോ? നിസ്കരിക്കണമെന്നേ ഉള്ളൂ. അതിൻ്റെ രൂപമൊക്കെ ഹദീസിലാണ്, നബിവചനങ്ങളിലാണ്. ഉള്ളടക്കം മുഴുവനും നബിവചനങ്ങളിലാണ്. അല്ലേ? പക്ഷെ നിസ്കാരം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ ഒരായത്ത് പോലും ചെലവഴിച്ചിട്ടില്ലാത്ത ഖുർആനില് ഒരായത്ത് പോലും ഇല്ല. റുക്കൂ ചെയ്യണമെന്നുണ്ട്, സുജൂദ് ചെയ്യണമെന്നുണ്ട്, അത്രയൊക്കെയുള്ള. ഇതെങ്ങനെയാണ് ഇതിൻ്റെ കർമ്മരീതി എന്ന് പറയാൻ ഒരൊറ്റ വചനം പോലും ഇല്ലാത്ത ഖുർആനിൽ തിരുമേനിയുടെ സദസ്സിലേക്ക് വന്നപ്പോൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നബി തിരുമേനിയുടെ നെറ്റി ചുളിഞ്ഞ കാര്യം ഈ വന്ന ആൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. കണ്ണില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ സങ്കടാവും ഇല്ലേ? ഇദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഇല്ല. ആ റൂമിൽ അവസാനിക്കുമായിരുന്നൊരു സംഭവം 2023 സെപ്റ്റംബർ 6 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നബി തിരുമേനിയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? എന്തുകൊണ്ട് ഒരു സംഭവം ഇങ്ങനെ നിലനിർത്തി? ലോകാവസാനം വരെയുള്ള മനുഷ്യരും ഈ കഥ പറയണമെന്ന് പടച്ചോൻ നിശ്ചയിച്ചതിൻ്റെ പിന്നിൽ എന്താണ്? മനുഷ്യൻ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മനുഷ്യൻ. പിന്നെ എപ്പോഴൊക്കെ ആ സ്വഹാബിയെ കാണുന്നുണ്ട്, അപ്പോഴൊക്കെയും നബി തിരുമേനി ഇങ്ങനെ ഓടിച്ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയും, അബ്ദുള്ള, നിങ്ങൾ എൻ്റെ സഹോദരനാണ് കേട്ടോ, എൻ്റെ ഉടപ്പിറപ്പാണ്. അന്ന് അങ്ങനെ സംഭവിച്ചതിലൊന്നും വിചാരിക്കരുതേ എന്ന് ഇങ്ങനെ. അതാ ബൈബിളിൽ പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും പോരായ്മ വന്നാൽ പിന്നെന്താ ചെയ്യാനുള്ള പരിഹാരം? കൂടുതലായി അത് ചെയ്യുക. സ്നേഹിക്കേണ്ട സമയത്തൊന്നും സ്നേഹിച്ചില്ല, എന്താ പരിഹാരം? കൂടുതലായി സ്നേഹിക്കുക. ബൈബിളിലെ വചനാണ്. എന്നിട്ട് കൂടുതൽ സ്നേഹിക്കുക. അപ്പോൾ ഒരു സമയത്ത് അവഗണിച്ചു, ഇനി എന്താ പരിഹാരം? അവഗണിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായ എന്തെങ്കിലും കാര്യം കൊണ്ടൊന്നും അല്ല കേട്ടോ. നബി തിരുമേനി ഒരു തെറ്റ് ചെയ്തൊന്നും ഒരിക്കലും വിചാരിക്കാനും പാടില്ല, പറയാനും പാടില്ല. തെറ്റൊന്നുമല്ല, ആ സദസ്സിൽ അതൊരു പ്രയാസമാവോ എന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ. അത്ര ചെയ്തുള്ളൂ. ഒരു മനുഷ്യൻ്റെ നേരെ നമ്മളൊന്ന് മുഖം തിരിച്ചാൽ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കുവൈത്തിലാണ്. കുവൈത്തിലെ ഞങ്ങൾ ആദ്യമായി കണ്ട സമയത്ത് എന്നോട് ചോദിച്ച്, നിങ്ങളുടെ വാട്സാപ്പിൽ ബ്ലൂടിക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെ ചെയ്യില്ലേ? ബ്ലൂടിക്ക് ഹൈഡ് ചെയ്യും. അതെന്തിനാ? നമ്മൾ മെസ്സേജ് കണ്ടു എന്ന് അവരറിയാതിരിക്കാൻ വേണ്ടിയാണല്ലോ. നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. ലാസ്റ്റ് സീന് ഉണ്ടല്ലോ, അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതുണ്ട്. എന്നോട് പറഞ്ഞു അത് കാപട്യമാണ്. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ പിറകിൽ നിന്ന് ഒരാൾ വിളിക്കുക, ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ അതെന്താണ്? അതാണ് ഈ ആയത്ത് പറഞ്ഞത് അല്ലേ? അതല്ലേ ആയത്ത് പറഞ്ഞത്? എനിക്കൊരാൾ മെസ്സേജ് അയച്ചു, ഞാൻ കണ്ട്, എന്നിട്ട് അയാൾക്ക് ഞാനൊരു റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ, സമയം ഉണ്ടായിട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്താ? അതാണിത്. പുതിയ കാലത്ത് അതിനുള്ള വ്യാഖ്യാനമാണത് അല്ലേ? ഖുർആൻ്റെ ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻ എന്താ? വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻ പുസ്തകങ്ങളിലല്ല, ഖുർആൻ്റെ ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻ നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം കൊണ്ടാണ് അതിന് ട്രാൻസ്ലേഷൻ, പുസ്തകം കൊണ്ടല്ല. താങ്ക് യു.
താങ്ക് യു ഫോർ യുവർ ടൈം.